ശബരിമല വിഷയം പ്രചാരണായുധമാക്കുന്നതിൽ പ്രധാനമന്ത്രിക്കെതിരെ ചട്ടലംഘന പരാതി. CPM ആണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. തേനിയിലെയും ബംഗളൂരുവിലെയും പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഈ വിഷയത്തിൽ CPM നീക്കം എന്താണ്? ശബരിമല സജീവ പ്രചാരണ വിഷയമാക്കാൻ BJP തീരുമാനിച്ചിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് റാലികളിൽ ശബരിമല വിഷയം ഉന്നയിച്ചതാണ്. തേനിയിലും ബംഗളൂരുവിൽ നടത്തിയ റാലികളിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ഇടത് സർക്കാർ ശ്രമിച്ചു. BJP ആചാരങ്ങൾക്കും വിശ്വാസത്തിനും ഒപ്പം നിൽക്കും എന്നാണ്. ഈ രണ്ട് പ്രസംഗങ്ങളിലെയും പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPM തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം നീലോൽപൽ ബസുവാണ് ഈ പരാതി നൽകിയത്. ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത് ശബരിമല വിഷയം പ്രചാരണായുധമാക്കരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഉത്തരവിറക്കിയിരുന്നു. അതിന്റെ ലംഘനമാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. മാത്രമല്ല, ഒരു വിഭാഗം വിശ്വാസികളുടെ പേരിൽ മാത്രം വോട്ട് ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണ്. ആ രീതിയിൽ ചട്ടലംഘനം നടത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ രണ്ട് പ്രസംഗങ്ങളും ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം, സമീപകാലത്തെ മറ്റ് നടപടികളുടെ അതേ മാതൃകയിലെന്ന ആവശ്യമാണ് CPM ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും CPM ഈ വിഷയം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ആദ്യമായാണ് ഉന്നയിക്കുന്നത്. കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇന്നലത്തെ സുപ്രീം കോടതി വിമർശനത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. M. ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്.